നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പ്രായാധിക്യം മൂലം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള ചികിത്സയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് എസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റും ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ സൂർദാസ് രാധാകൃഷ്ണൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപേ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മൾ യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ മൂത്രാശയം എന്ന് പറയുന്നത് യൂറിൻ ഡെവലപ്പ് ചെയ്യുന്ന കിഡ്നി, പിന്നെ കിഡ്നിയിലുണ്ടാകുന്ന ഈ യൂറിൻ ഒരു ട്യൂബ് വഴി, അതായത് യൂറീറ്റർ വഴി യൂറിനറി ബ്ലാഡറിലെത്തുന്നു. ബ്ലാഡറിൽ നിന്ന് യൂറീത്ര, അതായത് മൂത്രാശയത്തിലേക്ക് വരും, മൂത്രനാളിയിലേക്ക് വരുന്നു. ഈ ബ്ലാഡറിൻ്റെയും മൂത്രനാളി, അതായത് യൂറീത്രയുടെയും ജംഗ്ഷനിലുള്ള ഒരു മുന്തിരിയോളം വലുപ്പമുള്ള ഒരു ഗ്രന്ഥി അല്ലെങ്കിൽ ദശ അല്ലെങ്കിൽ ഗ്ലാൻഡാണ് പ്രോസ്റ്റേറ്റ് എന്ന ഗ്ലാൻഡ്. ഈ ജംഗ്ഷനിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഉള്ളിലൂടെയാണ് ഈ മൂത്രനാളി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ മൂത്രാശയമായി പ്രോസ്റ്റേറ്റിന് വലിയ ബന്ധമില്ല. അത് ബീജത്തിൻ്റെ ക്വാളിറ്റിയിലാണ് അതിൻ്റെ പ്രവർത്തനം വരുന്നത്. ഓക്കെ. ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏത് സ്റ്റേജിലാണ്, എന്ത് കാരണങ്ങൾ? സാധാരണ ഈ ഗ്രന്ഥി പുരുഷന്മാരിൽ മാത്രമാണ് കാണുന്നത്. പ്രായമാകുമ്പോൾ ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ എല്ലാ ആണുങ്ങൾക്കും ഇത് വലുതാകും. പക്ഷെ വളരെ ചുരുക്കം പേർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗ്രന്ഥിയുടെ ഉള്ളിലൂടെയാണ് മൂത്രനാളി പോകുന്നത്. അപ്പോൾ ഈ മൂത്രനാളിയിലേക്ക് ഈ ദശ അല്ലെങ്കിൽ ഈ ഗ്രന്ഥി വളരും. വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഇത് വളരുന്നത് കൊണ്ട് മൂത്രതടസ്സം, ഇത് കുറേ നാൾ ഈ മൂത്രതടസ്സം നെഗ്ലക്റ്റ് ചെയ്യാം, മൈൻഡ് ചെയ്യാണ്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പുണ്ടാക്കും. യൂറിനിലൂടെ ബ്ലഡ് വരാം, മൂത്രനാളിയിൽ കല്ലുണ്ടാക്കാം. ചില ആൾക്കാർ ഒപ്പിയിൽ വരാറുണ്ട്. അതായത് കുറേ നാൾ മൂത്രതടസ്സം, മൂത്രമൊഴിക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്തിട്ട് ഇവിടെ ഹെർണിയ വരും. അപൂർവം ചില ആൾക്കാർ കിഡ്നിയുടെ ഫങ്ഷൻ തന്നെ, പ്രവർത്തനം തന്നെ കുറഞ്ഞിട്ടും വരാറുണ്ട്. കോൾ ഉണ്ട് ഡോക്ടർ, നമുക്ക്. ഓക്കെ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹരി, നമസ്കാരം. പറഞ്ഞോളൂ. ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്, അതുപോലെ മൂത്രമൊഴിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഓക്കെ. നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് അധികം പ്രായമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ വളരെ വളരെ സാധ്യത കുറവാണ്. പിന്നെ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും അതിനനുസരിച്ച് മൂത്രമൊഴിക്കും. അപ്പോൾ പൊതുവെ ജനങ്ങൾ പറയുക, മൂത്രാശയ രോഗം വരാണ്ടിരിക്കാൻ വെള്ളം കുടിക്കൂ, വെള്ളം കുടിക്കൂ, വെള്ളം കുടിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ചായ, പാല്, ജ്യൂസ്, വെള്ളം എല്ലാം അടക്കം 24 മണിക്കൂറിൽ 12 മാക്സിമം 10-12 ഗ്ലാസ് കുടിച്ചാൽ മതി. ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിച്ചാൽ മതി. നിങ്ങളുടെ ഈ പ്രായം അനുസരിച്ച് നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ 40 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ എന്നുണ്ടോ? അത് കഴിയുമ്പോഴാണ് അത് വലിപ്പം വെച്ചിട്ട് മൂത്രനാളിയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ, ഒരു തടസ്സം പോലെ ഉണ്ടായി തുടങ്ങുമ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത്. ശരിക്കും ഇതിനൊരു അസുഖമായിട്ട് പറയാൻ പറ്റില്ല. അത് മൂത്രം പോകുന്ന വഴിയിലേക്ക് തടസ്സം ഉണ്ടാകുന്നു. അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കൂടുതലും കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? സാധാരണ കണ്ടുവരുന്നത് പ്രായമായ ആണുങ്ങളാണെങ്കിൽ മിക്കതും അത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും. പല ആൾക്കാർക്കും മൂത്രനാളിയിൽ ഒരു ഒട്ടൽ പോലെ, ചുരുക്കം പോലെ വരാം. അതും ഈ മൂത്ര തടസ്സം പോലെ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഷുഗറുള്ള ആൾക്കാർ, കുറേ വർഷങ്ങളായിട്ട് 15-20 വർഷം ഷുഗറുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ അവരുടെ ഞരമ്പിനെ ബാധിച്ചിട്ട് മൂത്രസഞ്ചിയുടെ ചുരുങ്ങാനുള്ള കഴിവിനെ ബാധിക്കും. അപ്പോൾ മൂത്രസഞ്ചി മൂത്രം ഒഴിക്കുമ്പോൾ ശരിക്കും ചുരുങ്ങുന്നില്ലെങ്കിൽ മൂത്രം പുറത്തേക്ക് പോകില്ല. അതും മൂത്രതടസ്സം പോലെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുക. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം.
ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സിറാജുദ്ദീൻ. ഞാൻ അടിവാരത്ത് സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ. ഓക്കെ, പറഞ്ഞോളൂ. ഡോക്ടർ, നമുക്ക് യൂറിൻ പാസിന്റെ ടൈമിൽ ഭയങ്കര വേദന വരുന്നു ആയിമന്ന്. അത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഇത് കേട്ടിടത്തോളം ഇത് മൂത്രപ്പഴുപ്പാവാനാണ് സാധ്യത. ഇദ്ദേഹം ശബ്ദം കേട്ടാൽ അറിയാം, ഇതൊരു യങ് ഫെല്ലോ ആണ്, ചെറുപ്പക്കാരന് കൂടുതലും ഇത് മൂത്രപ്പഴുപ്പാണ്. മൂത്രപ്പഴുപ്പ് എന്ന് പറഞ്ഞാൽ മിക്കതും ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അത് ഉറപ്പിക്കണം, മൂത്രപ്പഴുപ്പാണെന്ന് ഉറപ്പിക്കണം. ഇത് മിക്കതും മൂത്രസഞ്ചിയിൽ ഉണ്ടാകുന്ന ചെറിയ തോതിലുള്ള ഇൻഫെക്ഷനാണ്. അത് 2-3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് യൂറിൻ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യണം. ഇതും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും തമ്മിൽ ബന്ധം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ചില ചെറുപ്പക്കാരിൽ പഴുപ്പെന്ന് പറയാൻ പറ്റില്ല, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഒരു നീർക്കെട്ട് പോലെ എന്ന് പറയും, ഒരു പ്രഷർ പോലെ തോന്നിക്കുക. ചിലവർക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാകും. അത് വളരെ 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 അപൂർവമായിട്ടേ കാണാറുള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പക്കാർ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുമ്പോൾ വേദന തോന്നുന്നു, ഉടനെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്, പ്രോസ്റ്റേറ്റ് പ്രശ്നമാണ്, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ അപൂർവമായ ഒരു ഡയഗ്നോസിസ് ആണ്. ഡോക്ടർ, ഇത് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് അത് വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. ഓക്കെ, 2-3 പ്രാവശ്യം അങ്ങനെ മരുന്ന് കഴിച്ചു. എനിക്ക് നാട്ടിലില്ല, ഗൾഫിൽ പോകുന്നുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് മാത്രമേ ഈ അസുഖം വരുന്നത്. ഓക്കെ, ഒരു പക്ഷേ അത് നീർക്കെട്ട് പോലത്തെ ഇതായിരിക്കും. സാധാരണ ഇങ്ങനത്തെ പേഷ്യൻസിനോട് നമ്മൾ പറയുക യോഗ ചെയ്യുക, ഇത് ശ്രദ്ധിക്കാണ്ടിരിക്കുക, സാധാരണ ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക. കൂടുതലും ഇത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. യോഗാഭ്യാസം നല്ല ഗുണം ചെയ്യും. അതെ, പിന്നെ ഗൾഫിൽ ചെന്ന് ചൂടുകാലാണ് ടൈമിൽ ഭയങ്കര വേദന, ജോലിക്ക് പോകാൻ വയ്യ, കിടന്ന ഉറക്കം വരുന്നില്ല, അത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നാട്ടിലാണ് ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കാര്യമാക്കേണ്ട വിഷയമല്ല, ഗുളിക കുടിച്ചാൽ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്ന് ഗുളിക വെക്കുക, അവിടെ പോയിട്ട് പിന്നെ വേദന അറിയാക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ നീർക്കെട്ട് പോലത്തെ അസുഖം പൂർണ്ണമായിട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെയ്യാൻ ഇതെന്തായാലും നമ്മുടെ ലൈഫിനെയോ ശരീരത്തെയോ ബാധിക്കില്ല, ഒരു ശല്യം പോലെ നമുക്ക് തോന്നും. അപ്പോൾ കൂടുതലും നമ്മൾ സ്വയം ഇതിന് ശ്രദ്ധ കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ശ്രദ്ധ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി വജ്രാസനം പോലത്തെ ചെറിയ യോഗകൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യും. അത് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. സാറ്, ഞാൻ പ്രോസ്റ്റേറ്റിന്റെ ചികിത്സയാണ്. അതിപ്പോ ഇപ്പോഴും നോക്കിയപ്പോഴേ പ്രോസ്റ്റേറ്റിന്റെ 39 ഉണ്ട്. ഓക്കെ, ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാബ്രോഡി, ഓക്കെ, പിന്നെ ഇത് രണ്ടുമാണ് കഴിക്കുന്നത്. ഓക്കെ, അതായത് പൂർണ്ണമായിട്ട് കുറയാൻ ഇതിന്റെ 39 താഴോട്ട് വരാൻ അതെ. താങ്കൾക്ക് എത്രയാ വയസ്സ്? ഹലോ, ഏജ് എത്രയാണ്? താങ്കൾക്ക് എത്ര പ്രായമുണ്ട്? 70. ഓക്കെ, 70 വയസ്സിൽ 39 സൈസ് എന്ന് പറയുന്നത് നോർമലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ്റെ ലക്ഷണവും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ മൂത്ര തടസ്സവും ഈ ലക്ഷണങ്ങളും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സൈസും തമ്മിൽ ഒരു ബന്ധമില്ല. പല പേഷ്യൻസും 20 ഗ്രാം സൈസായിട്ട് വരും, അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ചില പേഷ്യൻസ് 100 ഗ്രാമിനേക്കാൾ പുറത്തും സൈസായിട്ട് വരാറുണ്ട്, അവർക്ക് ഒരു ലക്ഷണമില്ല. ലക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കാറുമില്ല. താങ്കൾക്ക് ലക്ഷണം ഉള്ളതുകൊണ്ടായിരിക്കണം ഈ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ, അപ്പോൾ വലിയ പ്രശ്നമില്ല. സാധാരണ അപ്പോൾ പ്രോസ്റ്റേറ്റ് സൈസിനെ പറ്റി താങ്കൾ ബോധേടാവേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് നാൾ മരുന്ന് കഴിക്കുക, മരുന്ന് നിർത്തി നോക്കുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒരു ഹെൽത്ത് ചെക്കപ്പ് പോലെ. പിന്നെ ഇല്ല, അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. നമുക്ക് ക്യാൻസർ സംബന്ധിച്ച് അങ്ങനെ പേടിക്കേണ്ട. സാധാരണ നമ്മൾ ഒരു 9 മാസത്തേക്ക് കൊടുക്കാറുണ്ട്. 9 മാസം ഈ മരുന്ന് കഴിക്കുമ്പോൾ 30% പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരുങ്ങും എന്നാണ് പറയുന്നത്. സാധാരണ ഇത്ര മാസം കഴിച്ച് നമ്മൾ നിർത്തി നോക്കുക. പിന്നീട് ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് യൂറിൻ്റെ ഒഴുക്ക് ടെസ്റ്റ് ചെയ്യാം.
അൾട്രാസൗണ്ട് ചെയ്യാം, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡോക്ടർ, എന്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഓക്കെ, ടെസ്റ്റിസ് ഭയങ്കര വരുന്നുണ്ട്. ഓക്കെ, അത് എന്ത് കാരണം കൊണ്ടുള്ളതാണ്? നേരത്തെ എനിക്കൊരു ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഹെർണിയയുടെ, ഓക്കെ 87 ചെയ്തതാണ്. ഓക്കെ, അതായിട്ട് ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇല്ല, ടെസ്റ്റിസിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഹൈഡ്രോസീൽ. അതാവാനാണ് കൂടുതലും സാധ്യത. അതും പ്രോസ്റ്റേറ്റും തമ്മിൽ ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേദന ഇല്ലല്ലോ അല്ലേ? വേദന ഇല്ല, ബുദ്ധിമുട്ടാണ് നടക്കുമ്പോഴും. അല്ല, അത് വെള്ളം നിറഞ്ഞ് സൈസ് വെക്കുന്നതിന്റെ ഒരു ഡിസ്കംഫേർട്ടാണ്. അത് മാറ്റാൻ പറ്റുള്ളൂ. അത് ഓപ്പറേഷൻ കീറിക്കളഞ്ഞ വെള്ളം ഫുൾ കളയണം. അതൊരു ഒരു സിമ്പിൾ ഓപ്പറേഷനാണ്, പലർക്കും കാണാറുള്ളതാണ്. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവ് ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? മൂത്ര തടസ്സം, അതായത് മൂത്രമൊഴിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ അവർക്ക് ഒന്ന് ഫോഴ്സ് ചെയ്യേണ്ടി വരും, ഒന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക. പിന്നെ മൂത്രത്തിൻ്റെ യൂറിൻ്റെ ഒഴുക്കിൻ്റെ വണ്ണം കുറയുക, മുഴുവനായി പോയിട്ടില്ല എന്ന് തോന്നുക, അവസാനമാകുമ്പോൾ യൂറിൻ ഒഴിച്ച് കഴിയാറാകുമ്പോൾ ഇറ്റുക അല്ലെങ്കിൽ ഡ്രിബ്ലിങ്. ചില ആൾക്കാർക്ക് അടുപ്പിച്ചടുപ്പിച്ച് യൂറിൻ പോകുക, പെട്ടെന്ന് പോകുക, രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രമൊഴിക്കേണ്ടി വരിക, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. പിന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം കുറയണം, എൻ്റെ വിശപ്പ് കുറവ്, അത് വരാം. അല്ലെങ്കിൽ കിഡ്നിയിൽ മൂത്രനാളിലൂടെ കല്ല് വരാം, ബ്ലഡ് വരാം, പനി പോലെ പഴുപ്പ് പോലെയും പ്രസൻറ്റ് ചെയ്യാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കുന്നുണ്ടോ? നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മൂത്രപ്പഴുപ്പ് തന്നെ ഈ പഴുപ്പ് ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ പനി, ചിലപ്പോൾ ലിവർ, കിഡ്നി അതിലേക്കൊക്കെ ബാധിക്കാം. അത് ഷുഗറും മൊത്തത്തിൽ ആരോഗ്യം കുറവുള്ള പേഷ്യൻസിനാണ് കാണാറുള്ളത്. പിന്നെ കിഡ്നി ഫെയിലിയർ പോലെ കാണാറുണ്ട്. എന്തൊക്കെ ടെസ്റ്റുകളാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത്? സാധാരണ മൂത്ര സംബന്ധിച്ച് പ്രശ്നം പറയുമ്പോൾ നമ്മൾ ആദ്യം യൂറിൻ റുട്ടീൻ ആയിട്ട് ടെസ്റ്റ് ചെയ്യും. അതിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, കല്ല് വരാനുള്ള സാധ്യതയുണ്ടോ, ബ്ലഡ് ഉണ്ടോ, പ്രോട്ടീൻ പോകുന്നുണ്ടോ, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നോക്കും. പിന്നെ യൂറിൻ്റെ ഒഴുക്ക് നോക്കും, യൂറോഫ്ലോ എന്ന് പറയും. അത് ഒരു 150 ml യൂറിൻ ഒരു കറങ്ങുന്ന ഡിസ്കിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ യൂറിൻ്റെ ഒഴുക്കിൻ്റെ സ്പീഡും എല്ലാം കണ്ടുപിടിക്കാം. അതിൽ നിന്നൊരു ഗ്രാഫ് നമ്മൾ ഉണ്ടാക്കും. ആ ഗ്രാഫിൽ നിന്ന് മൂത്ര തടസ്സമുണ്ടോ, പ്രോസ്റ്റേറ്റ് ആണോ എന്ന് റഫായിട്ട് ഒരു ഐഡിയ കിട്ടും. പിന്നെ സ്കാൻ ചെയ്ത് നോക്കുക. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ്, മൂത്രസഞ്ചിയുടെ ഭിത്തിയുടെ കട്ടി, കിഡ്നിക്ക് എന്തെങ്കിലും ഉണ്ടോ, ഒരു റഫ് ഐഡിയ കിട്ടാൻ. ഇതെല്ലാം പിന്നെ പേഷ്യൻ്റ് പറയുന്ന ലക്ഷണം, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ ബേസിസിലാണ് ഒരു ഫർദർ ഡിസിഷൻ എടുക്കുക. എന്തൊക്കെ അസുഖങ്ങളാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ബാധിക്കുന്നത്? സാധാരണ നിലയ്ക്ക് കണ്ടുവരാറുള്ള 3 തരത്തിലുള്ള അസുഖം. ഒന്ന് പറഞ്ഞ പോലെ പഴുപ്പ്, ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരിക. 2 പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വലുതാകുന്നത് കൊണ്ടുള്ള മൂത്ര തടസ്സം. അതിനെയാണ് സാധാരണ നമ്മൾ ബിനൈൻ എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ്, BHP, BPH അങ്ങനെ പറയുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇതാണ് ഈ 3 സാധാരണ കണ്ടുവരുന്നത്. എൻലാർജ്മെന്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. എൻലാർജ്മെൻറ്റ് പറഞ്ഞല്ലോ, എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവും, കുറച്ച് പേർക്ക് ലക്ഷണം കാണിക്കും. അതിനെപ്പറ്റി ഇപ്പോൾ ജനങ്ങൾക്ക് മിക്ക പേരും ഇതിനെപ്പറ്റി അവെയറാണ്. അവർ പലപ്പോഴും ഒപ്പിൽ വരുമ്പോൾ എനിക്ക് പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരാറ്. അപ്പോൾ എൻലാർജ്മെൻറ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 45 എല്ലാ ആണുങ്ങൾക്കും ഇതിനെപ്പറ്റി ഒരു അവെയർനെസ് ഉണ്ടാവണം. ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യണം, ഈ ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കണം. പിന്നെ അതിന് എന്തായാലും ഡോക്ടറെ കാണാൻ മടിക്കരുത്. എന്താണ് അപ്പോൾ ഇതിനുള്ള ചികിത്സ? നമ്മൾ സ്കാനിൽ എൻലാർജ്മെൻ്റ് ഉണ്ട്, യൂറോഫ്ലോ യൂറിൻ്റെ ഒഴുക്കിൽ ടെസ്റ്റ് ചെയ്ത് പ്രോബ്ലം ഉണ്ട്, പേഷ്യൻ്റ് ലക്ഷണം ഉണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് പേഷ്യൻറ്റിന് പ്രോബ്ലം ഉണ്ട്,
ഇതിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കാറുണ്ട്. ചില പേഷ്യൻസിന് മൈൽഡായിട്ട് ഉണ്ടാവുള്ളൂ, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് വെള്ളം കൂടി കുറയ്ക്കുക, അങ്ങനെ കുറച്ച് നാൾ വെറുതെ വിടാം, 3 മാസം 6 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയാം, ഒബ്സർവ് ചെയ്യാം. ചില ആൾക്കാർക്ക് മരുന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ മിക്ക പേഷ്യൻസും മരുന്നിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 1.25-1.5 വർഷം കഴിയുമ്പോൾ ആ റെസ്പോൺസ് ഒന്ന് കുറയും. അപ്പോൾ ചിലപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകാം, ചില ആൾക്കാർക്ക് ഓപ്പറേഷൻ വേണ്ടി വരും. ഓക്കെ. മറ്റേ ക്യാൻസർ ആകുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിലുണ്ടാകുന്ന ക്യാൻസറിന് ഇത് തിരിച്ചറിയാൻ എന്തൊക്കെ വഴികളാണുള്ളത്? ക്യാൻസറും അത് നമ്മൾ അതിനാണ് സിറം PSA എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ OPയിൽ എക്സാമിൻ ചെയ്യുമ്പോൾ മലദ്വാരത്തിലൂടെ വിരലിട്ട് നോക്കും. അപ്പോൾ സാധാരണ എൻലാർജ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഫീൽ, പിന്നെ ക്യാൻസറിൻ്റെ ഫീൽ, ഡോക്ടർക്ക് ഫീൽ ചെയ്യുന്ന ഫീൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഡോക്ടർക്ക് കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ സിറം PSA നോക്കാം. ഇതിൽ നിന്ന് പിന്നെ അതിൽ സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് ബയോപ്സി എടുക്കാം. മലദ്വാരത്തിലൂടെ തന്നെ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ബയോപ്സി എടുക്കാം. സാധാരണ ഈ 3 ചെയ്യുന്നത്. ഇതിനുള്ള ചികിത്സ എങ്ങനെയാണ് ക്യാൻസറിനുള്ളത്? ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ, അമേരിക്കയിലെ ആണുങ്ങളിൽ കാണുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. ഇന്ത്യയിൽ ആണുങ്ങളുടെ ക്യാൻസറിൻ്റെ പട്ടിക എടുക്കുകയാണെങ്കിൽ ഇതിന് 10ാം സ്ഥാനമുള്ളൂ. പക്ഷേ ഇന്ത്യൻ പേഷ്യൻസ് അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ് ആയിട്ടാണ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ടാണ് സാധാരണ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ MRI ചെയ്തിട്ട് നമ്മളത് അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ക്യാൻസറാണോ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഒതുങ്ങി നിൽക്കുന്ന ക്യാൻസർ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. 3 തരത്തിലുള്ള ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പൺ സർജറി ചെയ്യാം, ലാപ്രോസ്കോപ്പി ചെയ്യാം. ഇപ്പോൾ 3D ലാപ്രോസ്കോപ്പി പറയുന്നുണ്ട്. 3 റോബോട്ടിക് സർജറി പറയുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു സ്റ്റഡി വന്നതനുസരിച്ച് നല്ല റിസൾട്ട് റോബോട്ടിക് സർജറിക്കും ഓപ്പൺ സർജറിക്കാണ്. ഓപ്പൺ സർജറിയും റോബോട്ടിക് സർജറിനേക്കാൾ മോശം റിസൾട്ടാണ് ലാപ്രോസ്കോപ്പിക് സർജറിക്കുള്ളത്. അതായത് അത് മുഴുവനായിട്ട് എടുത്തു മാറ്റാൻ പറ്റില്ല. അതായത് അതിൻ്റെ മാർജിനിൽ ക്യാൻസർ പോസിറ്റീവായിട്ട് ബയോപ്സി റിപ്പോർട്ട് വരുമ്പോൾ മാർജിനിൽ ക്യാൻസർ പോസിറ്റീവ് ആകാനുള്ള ചാൻസ് ഓപ്പൺ സർജറിയോ റോബോട്ടിക് സർജറിയോ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുക ഒന്നല്ലെങ്കിൽ ഓപ്പൺ ഓർ റോബോട്ടിക്. ഈ ഗ്രന്ഥി എന്ന് പറയുന്നത് ഈ അരക്കെട്ടിൻ്റെ ഉള്ളിലാണ്. അത് അവിടെ കുറേ ബ്ലഡ് വെസൽസ്, രക്തധമനികളുണ്ട്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവൻ ഡെത്ത് വരെ കണ്ടിട്ടുണ്ട്, ലോങ് ബാക്ക് കുറേ നാൾ മുമ്പ്. അപ്പോൾ സേഫ് എന്ന് പറയുന്നത്, ഇപ്പോൾ സേഫസ്റ്റ് എന്ന് പറയുന്നത് റോബോട്ടിക് സർജറിയാണ്. ഓപ്പണിനേക്കാൾ നല്ല സേഫ് ആയിട്ടുള്ള സർജറി റോബോട്ടിക്കാണ്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാണ്. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഓക്കെ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ എനിക്ക് 3 വർഷം മുമ്പ് ഒരു പനി വന്നത്, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ പ്രോസ്റ്റേറ്റിന്റെ കംപ്ലൈന്റ് ആണ്, ഓക്കെ. യൂറിനൽ ടാബ്ലറ്റ് 3 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് ബ്ലഡിഷ് കളർ പറഞ്ഞ് വീട്ടിൽ കൺസൾട്ട് ചെയ്തപ്പോ ഈ ഡുറ്റാസ്റ്റി എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാത്രിയൊക്കെ എഴുതി വിടയ്ക്കുന്ന മൂത്രം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കുകയാണെങ്കിൽ അതൊരു തടസ്സമല്ല, ഒരു ചെറിയ വേദന എന്ന് പറയാൻ വേറെ ഒരു ഡിസ്റ്റർബൻസുമായി തോന്നുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള അസുഖത്തിൽ ഉണ്ടാകുന്നതാണോ? അതിന്റെ കാരണം അത് ഇത് പല ഇന്ത്യൻ പേഷ്യൻസിലും കാണാറുള്ളതാണ്. ഇത് ഇപ്പോൾ മറ്റേത് ആദ്യം പറഞ്ഞ ലക്ഷണം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ ഇൻഫെക്ഷൻ വന്നതിൻ്റെ, പഴുപ്പ് വന്നതിൻ്റെ ലക്ഷണമാണ്. ചിലപ്പോൾ അത് വലുതായിട്ട് ഒരു അതിൻ്റെ ഉള്ളിൽ ഒരു നീർക്കെട്ട് പോലെ ഉണ്ടാക്കിയിട്ട് ബ്ലീഡിങ് പോലെ ഉണ്ടാക്കാറുണ്ട്, രക്തം വരാറുണ്ട്. അപ്പോൾ ആ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡൂട്ടാസ്റ്ററൈഡ് എന്ന ഗുളിക തന്നത്. പിന്നെ രാത്രി എണീക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട് പല ആൾക്കാർക്കും ഉണ്ട്. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലില്ല, പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കണ്ടിന്യൂസ് മൂത്രം ഒഴിച്ചുകൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ. ഓക്കെ. ഇല്ല, അത് കുഴപ്പമില്ല. അത് ഒരു നേരമല്ലേ ഉണ്ടാകുന്നുള്ളൂ, 24 മണിക്കൂറിൽ. ഒന്നും 2 പ്രാവശ്യം, 2-3 മണിക്കൂർ ഇടവിട്ട് മൂത്രം ഒഴിച്ചാൽ അത് കുഴപ്പമില്ല. അത് സാധാരണ കാണാറുണ്ട്. ഡ്യൂട്ടാസ്റ്ററൈഡ് മാത്രമാണോ കഴിക്കുന്നത്? ഡ്യൂട്ടാസ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല.
അതിൻ്റെ ഒപ്പം വേറെ ടാംസുലോസിൻ എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റും കൂടി ഉണ്ട്. അത് ശരി. അതും കൂടി കമ്പൈൻ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ടാംസുലോസിൻ മാത്രം കഴിക്കുക. ഡ്യൂട്ടാസ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അത്ര കാര്യമില്ല എന്നല്ല, അത്ര ഗുണം ചെയ്യില്ല. എനിക്ക് തന്നിരിക്കുന്നത് ഡ്യൂട്ടാസ് ടി, ടി എന്ന് പറയുന്നതാണ് ടാംസുലോസിൻ, രണ്ടാം കോമ്പിനേഷൻ. അത് കുഴപ്പമില്ല, അത് നല്ലതാണ്, വളരെ നല്ലതാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഷൊർണൂരിൽ നിന്ന് കമാൽ പാഷയാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് 70 വയസ്സുണ്ട്. ഓക്കെ. 6 വർഷം മുന്നേ ഞാൻ പ്രോസ്റ്റേറ്റിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഓക്കെ. അത് ഓപ്പറേഷൻ കഴിഞ്ഞാലും അതിന്റെ ഗുണം എനിക്ക് തുടർച്ചയായിട്ട് കിട്ടിയില്ല, എന്നാലും പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ 6 വർഷത്തിന് ശേഷം ഇപ്പൊ ഈ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ലിവോഫ്ലോക്സാസിൻ കഴിച്ചു, സെഫിക്സിൻ കഴിച്ചു, ഡോക്സിസൈക്ലിൻ കഴിച്ചു, ഡോക്ടറെ കണ്ടിട്ട്. ഓക്കെ. ഈ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കണ്ടിട്ട്. ഓക്കെ. പക്ഷെ ഇത്രയായിട്ടും എനിക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര നീറ്റാണ്, നീറല്ല, ഒരു കുറവുമില്ല. ഓക്കെ. ചില ആൾക്കാർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ മൂത്രനാളിയിൽ ഒരു ഒട്ടൽ പോലെ വരും. അപ്പോൾ മിക്കതും നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആയിരിക്കില്ല പ്രശ്നം. ആ മൂത്രനാളിയിൽ ചുരുക്കം വന്നിട്ടുണ്ടോ, ഒട്ടൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് മൂത്രനാളിയിൽ ഒട്ടലില്ല എന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ ഒട്ടൽ വന്നിട്ടുണ്ടെന്നാ, ചുരുക്കം വന്നിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ച മറ്റേ സിസ്റ്റോസ്കോപ്പി വെച്ചോ, പെനിസിന്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ടുള്ള ഒരു സാധനം. അതെ, അത് ഇതുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ ഡോക്ടർ പറഞ്ഞത്? അത് കഴിച്ചിട്ട് സ്പെസിമെൻ എടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഡോക്സിസൈക്ലിൻ കഴിച്ചു തന്നത്. ഓക്കെ. ഓക്കെ. 2 ആഴ്ച കഴിക്കാൻ പറഞ്ഞു. 2 ആഴ്ച അതും കഴിച്ചു, അതോടൊപ്പം ബാർലി വിത്ത് വിറ്റാൽക്ക അതും കഴിച്ചു. ഓക്കെ. ഒരു ഭേദമില്ല. പ്രോസ്റ്റേറ്റ് സിസ്റ്റോസ്കോപ്പി ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് അല്ലേ? ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ബേണിംഗ് സെൻസേഷൻ ആണ്, ഭയങ്കര നീറ്റമാണ് സാർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ വിടണം. സ്കാനിങ് ഒക്കെ ചെയ്തിരുന്നോ അവര്? യൂറിൻ കൾച്ചർ ചെയ്തു, അത് നെഗറ്റീവ് ആണ് റിസൾട്ട്. ഓക്കെ. സ്കാനിങ് ചെയ്തിരുന്നോ? സ്കാൻ ഇത് മുമ്പേ ചെയ്ത്, ഇപ്പൊ എന്നോട് അതിന്റെ കൺസേൺ ഡോക്ടർ അത് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് സ്കാൻ റിപ്പീറ്റ് ചെയ്യണമെന്നാണ്. അത് വേറെ വശത്ത് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ കുറച്ച് അധികം നാൾ എന്നാലും ഈ ആൻറ്റിബയോട്ടിക് യൂറിൻ കൾച്ചറിൽ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിലും, റിസൾട്ട് പോസിറ്റീവായിട്ട് വന്നിട്ടില്ല എങ്കിലും അത് ഓൾറെഡി ആൻറ്റിബയോട്ടിക് കുറച്ച് കഴിച്ചിട്ടായിരിക്കും കൾച്ചറിന് പോയിട്ടുണ്ടാവുക. ആൻറ്റിബയോട്ടിക് ഫസ്റ്റ് ഡോസ് കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾ കൾച്ചറിന് കൊടുത്തിരുന്നോ? ഓക്കെ. 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 ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് രണ്ടാമതും വളരാറുണ്ട്. നമ്മളൊരു 100 പേർക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തിനുള്ളിൽ 15 പേർക്ക് പിന്നെയും വളർന്നിട്ട് ലക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് പിന്നെയും കുറച്ച് നാൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വേണ്ടിയുള്ള ഗുളിക കഴിക്കേണ്ടി വരും. പിന്നെ ഈ കേസിൽ സ്കാൻ ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് ഷുവർ ആക്കേണ്ടി വരും. വിളിച്ചതിന് നന്ദി. ഡോക്ടറിന് സമയം ഇവിടെ പൂർണ്ണമായി. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങളോ അതിനുള്ള ചികിത്സയെയും കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി.